നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്കിൻ പെട്ടെന്ന് നമ്മൾ വെയിലത്തൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ നമ്മൾ മുഖത്ത് ഭയങ്കര ടാനായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല വെയിലും കൂടിയാണ്, നല്ല ചൂടാണ്. നാട്ടിലൊക്കെ നല്ല മഴയാണെന്ന് അറിഞ്ഞു, പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ്, ചുട്ടിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അത്രയും ചൂടാണ്. നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങിയാൽ മതി, അപ്പോഴേക്കും നമുക്ക് ടാൻ അടിക്കും, അത്രയ്ക്ക് വലിയ ചൂടാണ് നമുക്കിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ടാൻ പെട്ടെന്ന് ഫസ്റ്റ് യൂസിൽ തന്നെ മാറാനും പിന്നെ ഇത് നമ്മളെ സഹായിക്കുന്നത് സ്കിൻ നല്ലപോലെ വെളുക്കാൻ സഹായിക്കും. ഞാനിതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് റാഗിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ റാഗിപ്പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ടാൻ മാറാനും നല്ലപോലെ സഹായിക്കണം. അതുപോലെ തന്നെ അത് ടാൻ മാറാനും നല്ലപോലെ സഹായിക്കുന്നതാണ്. എനിക്ക് നല്ല യൂസ്ഫുള്ളായ ഒരു സാധനമാണ് ഈ റാഗി പൗഡർ കൂടെ നമ്മൾ ഇതിലേക്ക് ഒരു 3-4 ഇൻഗ്രീഡിയൻസ് വേറെ ചേർത്തിട്ടുണ്ട്. അതെന്താണെന്നും കൂടി നമുക്ക് നോക്കാം. അത് നമ്മുടെ സ്കിന്നിന് എങ്ങനെയൊക്കെ ഫലം തരും, അല്ലെങ്കിൽ ഗുണം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. റാഗിപ്പൊടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ്. നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറുക്കി കൊടുക്കണതാണല്ലോ. ഞങ്ങളുടെ അവിടെയൊക്കെ കോറ എന്ന് പറയും, പഞ്ഞിപ്പുല്ല് പറയും ചില സ്ഥലത്തൊക്കെ. അപ്പോൾ ഞാനിതിവിടെ വാങ്ങിയിട്ട് ഞാനിവിടെ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് എടുത്ത് വെച്ചതാണ്. ഞാനിത് കുറുക്കി കുടിക്കാറുമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ കടല, പരിപ്പ് അങ്ങനെയുള്ളതൊക്കെ ചേർത്ത്, പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ കൂടി പൊടിച്ച് വെച്ച് നമ്മളൊരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കി ഞാൻ അതിൽ കാണിച്ചു തന്നായിരുന്നു. അത് നമ്മൾ കുറുക്കി കുടിക്കുന്നത് നമുക്കൊരു പ്രായം കൂടുന്തോറും നമുക്ക് പ്രോട്ടീനൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മളൊന്ന് കുറുക്കി കുടിച്ചു പറഞ്ഞാൽ അതും നല്ലതാണ്. അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഏറ്റവും ബെസ്റ്റാണ്. നമ്മൾ പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിക്കണേക്കാളും നല്ലതാണ് വീട്ടിൽ തന്നെ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കി കഴിക്കുന്നത്. അതുപോലെ ചൂടുകാലമാണ്, ഏത് കാലത്താണെച്ചാലും, തണുപ്പ് കാലത്താണെച്ചാലും മഴക്കാലത്താണെച്ചാലും നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ധാരാളം വെള്ളം കുടിക്കണം, അതിലൊരു മടിയും വിചാരിക്കരുത്. അതുപോലെ തന്നെ ചൂടുകാലമാണ്, സൺസ്ക്രീൻ ഉപയോഗിക്കണം. ഭക്ഷണം കഴിക്കണതിലും കൂടി കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ എന്ത് തേച്ചിട്ടും ഗുണം കിട്ടുന്നില്ല പറയണം ഒത്തിരി പേരുണ്ട്. നമുക്ക് ഫേസിൽ തേച്ചുകൊണ്ട് മാത്രം ഗുണം കിട്ടില്ല, നമ്മൾ ഭക്ഷണം കഴിക്കണതിലോടും കൂടിയാണ് അത് കൂടുതൽ ഒരു റിസൾട്ട് കാണുക. ചില സമയത്ത് നമ്മൾ മുഖത്ത് തേച്ചു അപ്പോൾ തന്നെ അതിൻ്റെ ആ റിസൾട്ട് കാണും, അത് കഴിഞ്ഞ് പറഞ്ഞു അത് പോയി പറയാറുണ്ട്. അത് നമ്മൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നീട് യൂസ് ചെയ്യാതിരിക്കരുത്. പിന്നെ നിങ്ങൾ പിറ്റേ ദിവസം പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമെങ്കിലും നിങ്ങൾ ചെയ്യണം. അത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് ഓരോ പാക്കുകൾ വേറെ മാറി പാക്ക് ഉപയോഗിക്കുന്നതാണ് അതുപോലെ നല്ലത്. ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയ പോലെ ഞാൻ നിങ്ങളടുത്ത് പറയണത്. ഒരേ പാക്ക് ഉപയോഗിച്ചപ്പോൾ എപ്പോഴും എനിക്ക് ചെറുപ്പത്തൊക്കെ കല്യാണത്തിന് മുമ്പൊക്കെ ഡെയിലി മഞ്ഞൾ തേക്കുക, കസ്തൂരി മഞ്ഞൾ തേക്കുക, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പച്ചമഞ്ഞൾ തേക്കുക, പിന്നെ നമ്മുടെ രക്തചന്ദന അരച്ച് തേക്കുക, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്ത ആളാണ്. അന്നൊന്നും എനിക്ക് അതിൻ്റെതായ ഒരു റിസൾട്ടും ഡെയിലി നമ്മൾ അതിനെ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ നമുക്ക് നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ എനിക്ക് അതിങ്ങടെ പിന്നെ ഒന്നും കിട്ടണില്ലോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ടാണെച്ചാലും മുഖത്തൊക്കെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും നമ്മൾ ഓരോന്നൊക്കെ തേക്കുമ്പോൾ എന്തെങ്കിലും പൊടിച്ച് വെച്ച് പറഞ്ഞാൽ അത് മാത്രം തേക്കും. അപ്പോൾ എനിക്ക് അങ്ങനെ റിസൾട്ട് എനിക്ക് തോന്നിയിട്ടില്ല, സത്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഡിഫറെൻറ്റ് ഓരോന്ന് തേക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറിയത്, കണ്ണിനിടയിൽ ഡാർക്ക് സർക്കിൾ മാറിയത്, അതുപോലെ തന്നെ മുഖത്തിനൊരു ഒരു പഴയ ഒരു ഗ്ലോ തിരിച്ച് കിട്ടിയതും അങ്ങനെയാണ് കേട്ടോ. വെളുത്ത് തുടുത്തിട്ടൊന്നുമല്ല ഞാൻ ഇരിക്കുന്നത്, ഞാൻ ഒരു ഇരുനിറാണ്. പക്ഷേ ഇത് വൈറ്റനിങ് പാക്കാണ്, നമ്മുടെ സ്കിൻ വെളുക്കാൻ നല്ലപോലെ സഹായിക്കും. തേക്കുമ്പോഴേക്കും അങ്ങോട്ട് വെളുക്കൊന്നുമില്ല, പക്ഷേ അപ്പോൾ തന്നെ ഒരു ഗ്ലോ കിട്ടും നമുക്ക്. സൺ ടാൻ പൂർണ്ണമായി മാറാൻ ഈ ഫസ്റ്റ് യൂസിൽ തന്നെ സഹായിക്കും. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അതിന് മുന്നോടിയിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുന്നുണ്ട്, എൻ്റെ പേര് ദീപാന. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ആദ്യം ആവശ്യം ഒരു തക്കാളി എടുത്തൊന്ന് ഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു തക്കാളി എടുത്ത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്യാം. ഇതാണ് തക്കാളി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യം റാഗി പൗഡറാണ്. പിന്നെ നമുക്ക് ആവശ്യം ഹണിയാണ്. പിന്നെ നമുക്ക് ആവശ്യം അലോവേരയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് സ്കിൻ വൈറ്റനിങ് പാക്ക് പെട്ടെന്ന് സൺ ടാൻ മാറി ഒരു ഗ്ലോ കൊണ്ടുവരാൻ സഹായിക്കണം. നല്ലൊരു പാക്കാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അതിന് നമുക്ക് ആദ്യം മുഖത്തേക്ക് ആവശ്യത്തിന് റാഗി പൗഡർ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂൺ റാഗി പൗഡർ. ഈ റാഗി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്ട പറ്റണവർക്ക് ആട്ട എടുക്കാം കേട്ടോ. എനിക്ക് ആട്ട ഒട്ടും പറ്റില്ല, അപ്പോൾ ആട്ട പറ്റണവർക്ക് ആട്ട എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹണി എൻ്റെ ഇത്തിരി ഇരുന്ന് കട്ടയായിപ്പോയിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊരു 1/2 സ്പൂൺ ഹണിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം ടമാറ്റർ ജ്യൂസാണ്. ടമാറ്റർ ജ്യൂസ് ചെറിയൊരു തക്കാളിയുടെ ജ്യൂസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള തക്കാളി ജ്യൂസ് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യം അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാം. നമ്മുടെ സ്കിന്നിന് ഒരു ദോഷവും ഇല്ലാത്ത സാധനമാണ്. നല്ല അടിപൊളിയായിട്ട് സ്കിൻ ഗ്ലോ തരും.
നല്ല വെയിലൊക്കെയാണ്. വെയിൽ കൊണ്ട് നമ്മൾ ടാൻ അടിച്ച് വെയിലത്ത് നിന്ന് കയറി വന്നതും നമ്മൾ ഇത് ഇടുകയാണെന്ന് വെച്ചാൽ ആ ടാൻ അപ്പം തന്നെ മാറി കിട്ടും കേട്ടോ. നമ്മുടെ റാഗി പൗഡർ സ്കിന്നൊന്ന് ടൈറ്റ് ചെയ്യാനും കൂടി സഹായിക്കുന്ന പറയണത്. അതുമാതിരി തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മുഖം ഒന്ന് വെളുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു പാക്കാണ്. നിങ്ങൾ വൈകിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമം. പകല നിങ്ങൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ കഴുകി കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസർ ഉപയോഗിച്ച് നല്ലൊരു സൺസ്ക്രീനും കൂടി ഉപയോഗിക്കാൻ മറക്കരുത്. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുല്ലോ. അലോവേര ജെല്ല് വാങ്ങി തന്നെ വേണമെന്നില്ല, വീട്ടിൽ പ്ലാന്റിൻ്റെ ഉണ്ടെച്ചാൽ അത് ഏറ്റവും ബെസ്റ്റാണ്. ഞാനത് മുറിച്ച് വയ്ക്കാൻ മറന്നുപോയി. നമ്മൾ മുറിച്ച് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാൻ മുറിച്ച് വയ്ക്കാൻ പെട്ടെന്ന് മുറിച്ചിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയ അലോവേര ജെല്ല് ഇട്ടത്. അലോവേര ജെല്ലും നമ്മുടെ സ്കിന്നൊന്ന് തിളങ്ങാനും നമ്മുടെ സ്കിന്നൊന്ന് മിനുസം വരാൻ, നമ്മളെ ഒരു ഗ്ലോ കിട്ടുക, നല്ലൊരു ഷൈനിങ് അല്ലച്ചാൽ നല്ല സ്മൂത്ത് ആവാനും ഒക്കെ നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ നല്ലപോലെ സഹായിക്കുന്നതാണ്. അലോവേര ജെല്ല് ഡെയിലി വെറുതെ തേച്ചാലും ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ തേന് ഡ്രൈനെസ് മാറ്റാനും തിളക്കം നൽകാനും നല്ലപോലെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ഇത് തേക്കുക. തക്കാളി അണച്ചാലും നമ്മുടെ ടാൻ മാറ്റാനും നമുക്ക് ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആ പിഗ്മെൻറ്റേഷൻ്റെ ഒരു തോതുണ്ടല്ലോ അതൊന്ന് കുറയ്ക്കാൻ നല്ലപോലെ സഹായിക്കും. ഇത് നമ്മൾ തേക്കും വയ്ക്കുന്നതെങ്കിൽ നല്ല റിസൾട്ടാണ്. ഈ സാധനം ഇപ്പം ഞാൻ എടുത്തത് 1 സ്പൂണാണെങ്കിലും നമുക്കിത് 2-3 ദിവസത്തേക്ക് നമുക്ക് ഉണ്ട്. കാരണം നമ്മളിത് നല്ല കട്ടിക്കല്ല, ഇതുപോലൊരു ലൂസ് ഇതിലാണ് ഇത് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിക്കാം 2-3 ദിവസത്തേക്ക്, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു മസാജ് കൊടുക്കുക, ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ മിക്സിയിൽ പൊടിച്ചിട്ട് ഞാൻ കൂടുതൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് നൈസല്ല, ചെറിയൊരു തരിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ട് സ്ക്രബ് അല്ലാതെ ഒരു മസാജ് നമുക്ക് ചെറുതായിട്ടൊന്ന് കൊടുക്കാം. ഇതിപ്പോൾ മുഖത്ത് തേച്ച് മസാജ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു തേനും കൂടി ഉള്ള കാരണം ആ തേനിൻ്റെ ആ ഒരു ഇത്, അതുപോലെ തന്നെ അലോവേരയുടെയൊക്കെ പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ പെട്ടെന്ന് റിസൾട്ട് തരും കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ തേനി ഇരുന്ന് കട്ടായതാണ്. നിങ്ങളുടെ അടുത്ത് തേനുള്ളതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ട വെച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തായാലും എല്ലാവരുടെ വീട്ടിലും തക്കാളി ഉണ്ടാവും, അലോവേര ജെല്ലുണ്ടാവും അല്ലേ, തേനും ഉണ്ടാവും. പിന്നെ ഇപ്പോൾ റാഗി പൗഡറാണ് എല്ലാ വീട്ടിലും ഉണ്ടാവാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആട്ട പറ്റി വെച്ചാൽ ആട്ട ചെയ്യുക. ആട്ട പറ്റാത്തവർക്ക് നിങ്ങൾക്ക് ഇതിൽ അരിപ്പൊടി ഇട്ടാൽ മതി. എന്താ പറയുക, അതില്ലല്ലോ ഇതില്ലല്ലോ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കരുത്. നിങ്ങളിത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് പറയണം. കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാതെ ഒന്ന് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് കാര്യമില്ല. പിഗ്മെൻറ്റേഷൻ്റെ എപ്പോഴും കാണിക്കണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. പിഗ്മെൻറ്റേഷനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മുഖത്തിന് പ്രശ്നം തരണതും അതുമാതിരി തന്നെ നമ്മുടെ സ്കിന്നിന് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കണം. നമുക്ക് എവിടേക്കെങ്കിലും പോകാൻ തോന്നാത്തത് നമ്മുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പിഗ്മെൻറ്റേഷൻ്റെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാൻ അറിയുന്ന ആൾക്കാർക്ക് തന്നെ ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ എനിക്കറിയാം. അവർ പറഞ്ഞ് അവരുടെ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞു വരണതും സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ തിരിച്ച് കിട്ടണതിൻ്റെയൊക്കെ അവർ പറഞ്ഞിട്ട് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്ക്. നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് ഇതാക്കിയിട്ട് കാര്യമില്ല. നമ്മളിത് വെറുതെ അങ്ങോട്ട് ഇരുന്ന് ചെയ്യണമെന്നല്ല. ചിലവർ പറഞ്ഞു തന്നിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ്. ചിലത് ഞാൻ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഓരോരുത്തർ പറഞ്ഞു തരണത് തന്നെ ഞാൻ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഒരു വട്ടം വീട്ടിൽ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് എനിക്ക് ചെയ്യണത്. അഥവാ ഞാൻ വീട്ടിൽ ചെയ്ത് നോക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കണത്, റിസൾട്ട് നോക്കാമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഗ്ലോ തരണതാണ്. അപ്പോൾ ഇതാ ഞാൻ ഫേസിൽ ഒരു മസാജ് കൊടുത്തു. അതിന് ശേഷം ഇപ്പോൾ ഇതാ മുഖത്ത് മൊത്തം ഒന്ന് ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിൻ്റെ റിസൾട്ട് നോക്കാം. കഴുത്തിലും കൂടി ഇടുന്നത് ഏറ്റവും നല്ലതാണ്. ഞാനിപ്പോൾ കഴുത്തിലിടുന്നില്ല. അപ്പോൾ മുഖത്തെ നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകിക്കളയാം. കഴുകിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. മുഖം കഴുകിയിട്ട് വന്നു. നല്ല ഗ്ലോയാണ് കിട്ടണത്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും നല്ല സ്കിന്ന്, നല്ലൊരു ഹെൽത്തി സ്കിന്ന് എല്ലാവർക്കും സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.